ഹലോ, പ്രിയപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മനോരമയുടെ തൊഴിൽ വീഥിയുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, LP-UP അധ്യാപക പരീക്ഷ കഴിഞ്ഞു. ഇനിയിപ്പം ഈ മാസം അവസാനത്തോടുകൂടി അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യത്തോടുകൂടി അതിൻ്റെ ഇൻ്റർവ്യൂ നടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് ഈ ആദ്യത്തെ ചെറിയ വീഡിയോയിൽ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നോക്കാം, എന്തൊക്കെയാണ് വ്യക്തിപരമായിട്ടും മനഃശാസ്ത്രപരമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതായത് ആദ്യം തന്നെ ഇൻ്റർവ്യൂ ഇപ്പോൾ 10 മണിക്കാണ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 9 മണിക്ക് തന്നെ അവിടെ എത്തിച്ചേരണം. അതെന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, നമുക്കറിയാം ഒരുപാട് യാത്രാ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്കായിരിക്കാം നിങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ധൃതി പിടിച്ച് പോയി കഴിഞ്ഞ് ഉടനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു മെൻ്റൽ ഇക്വിലിബ്രിയം, അതായത് ഒരു മാനസികമായൊരു സന്തുലനം, നമ്മുടെ ജീൻ പിയാഷെയൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെയുള്ളൊരു സന്തുലനം നഷ്ടപ്പെട്ടു പോകും. ഈ സന്തുലനം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ പതറിത്തുടങ്ങും. അപ്പം നമുക്കെപ്പോഴും ഒരു നല്ല തുടക്കം ആവശ്യമാണ്. ഈ നല്ല തുടക്കത്തിന് ഏറ്റവും അനിവാര്യമായ ഒന്നാണ് നിങ്ങൾ നേരത്തെ തന്നെ ഇൻ്റർവ്യൂ ഹാളിൽ എത്തിച്ചേരുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതെല്ലാവരും നിർബന്ധമായിട്ട് പാലിക്കണം. മറ്റൊരു കാര്യം, പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ ആ സ്ഥലവും പരിസരവും ഒക്കെ ഒന്ന് വീക്ഷിച്ച് നിങ്ങളുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചർ, നിങ്ങളുടെ മാനസിക ഘടനയുമായിട്ട് ഒരു പൊരുത്തം ഉണ്ടാക്കുക. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ സന്തുലനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഇൻ്റർവ്യൂ ഹാളിൽ എത്തിച്ചേർന്നാൽ നിങ്ങൾക്ക് ഒരു ബയോഡാറ്റ ഫോം തരും. ഈ ബയോഡാറ്റ ഫോം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഫില്ല് ചെയ്യണം. അതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്, ഒന്നുകിൽ PSCയുടെ സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് പഴയ ബയോഡാറ്റ ഫോം കാണും. അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങളത് ശരിയായി പൂരിപ്പിക്കുക. അക്ഷരത്തെറ്റ് വരരുത്, അതുപോലെ കുത്ത്, കോമ, ക്യാപിറ്റൽ ലെറ്റർ, ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ ബയോഡാറ്റയിൽ ചോദിച്ച കാര്യങ്ങൾ സത്യസന്ധമായി തന്നെ എഴുതുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ പടി. കാരണം നിങ്ങൾ എന്തെങ്കിലും അസത്യം എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് വളരെ നന്നായി മനസ്സിലാക്കാൻ ബോർഡിലെ ആൾക്കാർക്ക് പറ്റും എന്നുള്ളൊരു ധാരണ നിങ്ങൾ മുൻകൂറാക്കി ഉണ്ടാക്കി വെക്കുക. ഉദാഹരണത്തിന് നിങ്ങളുടെ ഹോബി എന്താണ്, അല്ലെങ്കിൽ ഒഴിവ് സമയം നിങ്ങൾ എങ്ങനെ ചെലവഴിക്കുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അതിനൊക്കെ സത്യസന്ധമായ ഉത്തരം നൽകണം. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. എന്താണ് നിങ്ങളുടെ ഹോബി എന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു പക്ഷേ വായന എന്ന് എഴുതിയെന്ന് വെക്കാം. പിന്നീട് എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച ചോദ്യങ്ങളായിരിക്കും പിന്നീട് ഉണ്ടാവുക. ഒരു 3-4 സബ്സിക്വൻറ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ ആദ്യത്തെ ഉത്തരത്തിൽ നിന്ന് ഡെറൈവ് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ വായനയാണ് നിങ്ങളുടെ ഹോബി, ശരി. എങ്കിൽ ഏത് തരം വായനയോടാണ് ഇഷ്ടം? സാഹിത്യമാണോ, കുറേ കൂടെ വിശാലമായ കല ആണോ, സംസ്കാരം ആണോ, അല്ലെങ്കിൽ സഞ്ചാര സാഹിത്യമാണോ, അല്ലെങ്കിൽ ആത്മകഥാ സാഹിത്യമാണോ, ഏത് ഭാഷയിലുള്ള രചനകളാണ് നിങ്ങൾക്ക് താല്പര്യം? ഇങ്ങനെയൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ ഒടുവിൽ വായിച്ച പുസ്തകം ഏതാണ് എന്ന് വേണം ചോദിക്കാം. അപ്പോൾ വായനയാണ് നിങ്ങളുടെ ഹോബിയെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു പുസ്തകം വായിച്ചിട്ടുണ്ടാവുമല്ലോ. ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ പുസ്തകത്തിൻ്റെ പ്രമേയത്തെക്കുറിച്ചും ആ പുസ്തകത്തിൻ്റെ പ്രമേയം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുണ്ടായ കാരണങ്ങളെക്കുറിച്ചൊക്കെ പ്ലെൻറ്റി ഓഫ് സബ്സിക്വൻറ്റ് ക്വസ്റ്റ്യൻസ് വിൽ ബി ആസ്ക്ഡ്. അപ്പോൾ തുടർന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ നിങ്ങൾക്ക് ഒരു കഴിവുണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഉത്തരങ്ങൾ മാത്രമേ ആദ്യമേ നൽകാവൂ. പലപ്പോഴും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഭാഗത്തേക്ക് ഇൻ്റർവ്യൂ ബോർഡിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോലും നിങ്ങൾക്ക് പറ്റണം. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ ചോദിക്കുന്നു, നിങ്ങൾ അവസാനമായിട്ട് വായിച്ച പുസ്തകം ഏതാണ്? നിങ്ങൾ പറയുന്നു രണ്ടാം ഊഴമാണെന്ന് പറയുന്നു. ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാം ഊഴത്തിൻ്റെ പ്രമേയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പരമ്പരാഗതമായ നമ്മുടെ മഹാഭാരതത്തിലെ ആ കഥാപാത്രത്തെ ഭീമനെ എങ്ങനെയാണ് ഇദ്ദേഹം ഒരു പുതിയ
ഒരു നവസൃഷ്ടിയോടുകൂടി എങ്ങനെയാണ് അതിനെ അവതരിപ്പിച്ചത് എന്നൊക്കെ ചോദിക്കും. പലപ്പോഴും നിങ്ങളുടെ ക്രിട്ടിക്കലായിട്ടുള്ള ഒപ്പീനിയൻ ടെസ്റ്റ് ചെയ്യുന്ന വിധത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ച് പോകണം. പിന്നെ ബയോഡാറ്റയിൽ നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്ന, നിങ്ങൾക്ക് പറയത്തക്ക എന്തെങ്കിലും നേട്ടങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അവാർഡുകളോ അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രസിദ്ധീകരണങ്ങളോ ഒക്കെ നിങ്ങളുടെ വകയായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ബയോഡാറ്റ ഫോമിൽ രേഖപ്പെടുത്തണം. ഇതെന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാൽ, ഈ ബയോഡാറ്റ ഫോം നോക്കിയിട്ടായിരിക്കും ഇപ്പം ബോർഡിലൊരു 3-4 പേരുണ്ടാവും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ഘടന വെച്ച് നോക്കുമ്പോൾ ബോർഡിൽ ആദ്യം 4 പേരുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഈ 14 ജില്ലകളിലെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു 3-4 മാസം കൊണ്ട് തീരുന്ന കാര്യമാണ്, ഒറ്റയടിക്ക് തീരുന്ന കാര്യമല്ല. അപ്പോൾ ആദ്യമൊക്കെയുള്ള ബോർഡിൽ 3-4 അംഗങ്ങളുണ്ട്, ഫുൾ ഫ്ലെഡ്ജ്ഡ് ബോർഡായിരുന്നു. എന്നാൽ അവസാനം ഇൻ്റർവ്യൂ നടന്ന ജില്ലകളിൽ 2 അല്ലെങ്കിൽ 3 ഇത്രയും ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബോർഡിന് തന്നെ ഒരു ക്ഷീണം സംഭവിക്കും. മനസ്സിലായില്ലേ? പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആദ്യമുള്ള ഇൻ്റർവ്യൂ ഒരു 15, 16, 17 മിനിറ്റൊക്കെ നീണ്ടുനിന്നിരുന്നു. എന്നാൽ അവസാനമാകുമ്പോഴേക്കും നമ്മുടെ PSCയുടെ സ്വഭാവം അറിയാലോ, അപ്പോൾ അത് 6-7 മിനിറ്റായി കുറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യമായിട്ട് ഉറപ്പ് വരുത്തുക. പിന്നെ നമ്പർ 2, നിങ്ങളോട് ക്ലാസ് എടുക്കാൻ ആവശ്യപ്പെട്ടേക്കാം. കഴിഞ്ഞ കൊല്ലങ്ങളിൽ UP അധ്യാപകരോടാണ് ക്ലാസ് എടുക്കാൻ കൂടുതലും ആവശ്യപ്പെട്ടത്. അതിൻ്റെ അർത്ഥം LP അധ്യാപകരോട് ചോദിച്ചിട്ടില്ല എന്നല്ല. പക്ഷേ LP അധ്യാപകരോട് കുറവായിരുന്നു ക്ലാസ് എടുക്കാൻ ആവശ്യപ്പെട്ടത്. പക്ഷേ UP അധ്യാപകരോട് മിക്കവാറും ഒരു 50% പേരോട് ക്ലാസ് എടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഈ കണക്കുകളൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇൻ്റർവ്യൂ വെച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് പറയുന്നത്. പക്ഷേ ഇത് തന്നെ അടുത്ത ഇൻ്റർവ്യൂവിൽ റിപ്പീറ്റ് ചെയ്യണം എന്ന് യാതൊരു നിബന്ധനയും ഇല്ല. മനസ്സിലായില്ലേ? ഒക്കെ മനസ്സിൽ വെക്കുക. പിന്നെ ക്ലാസ് എടുക്കാൻ ആവശ്യപ്പെട്ടാൽ ഒരു പക്ഷേ നിങ്ങളോട് തന്നെ ഒരു വിഷയം നിർദ്ദേശിച്ച് അതിൽ ക്ലാസ് എടുക്കാൻ ആവശ്യപ്പെടാം. അതല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയം തരും. ഈ 2 സന്ദർഭത്തിലും നമുക്ക് ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ, LPക്കാർ മിനിമം നമ്മുടെ കേരള സ്റ്റേറ്റ് സിലബസ് SCERT തയ്യാറാക്കുന്ന 1, 2, 3, 4 ക്ലാസ്സുകളിലെ ഭാഷ, ഗണിതം, സയൻസ്, അതേപോലെ തന്നെ പരിസര പഠനം, ഈ പുസ്തകങ്ങളൊക്കെ നന്നായി ഒന്ന് വായിച്ച് ഹൃദയസ്ഥാക്കി വെക്കുക. അതുപോലെ തന്നെ UP അധ്യാപകർ 5, 6, 7 ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കുകൾ, മലയാളം ടെക്സ്റ്റ് ബുക്കുകൾ കേട്ടോ. മലയാളം എന്ന് വെച്ചാൽ മലയാളം ഭാഷാ ടെക്സ്റ്റ് ബുക്ക് എന്നല്ല ഉദ്ദേശിക്കുന്നത്. മലയാളം, ഇംഗ്ലീഷ്, ഭൂമിശാസ്ത്രമായിട്ടില്ല, പരിസര പഠനമാണ്, സയൻസ്, ഗണിതം. ഇതിൻ്റെ അടിസ്ഥാന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കണം നിങ്ങൾ. മനസ്സിലായില്ലേ? എന്നിട്ട് നിങ്ങൾക്ക് തന്നെ ആത്മവിശ്വാസം തോന്നുന്ന ഒരു വിഷയം നിങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി പ്രിപ്പയർ ചെയ്ത് വീട്ടിൽ നിന്ന് ക്ലാസ് എടുത്ത് അഭിനയിച്ച് ശീലിക്കുക. അഭിനയിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെറുതെ ആക്ട് ചെയ്യുക എന്നല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് 2-3 പ്രാവശ്യം ഹോംവർക്ക് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന രീതി നിങ്ങൾ തന്നെ സൃഷ്ടിച്ചെടുക്കുക. മനസ്സിലായില്ലേ? ഇനി ഇൻ്റർവ്യൂ ഹാളിലേക്ക് കടക്കുന്നതിന് മുമ്പ് 3-4 ദിവസം മുമ്പ് തന്നെ നിങ്ങളുടെ മാനസിക ഘടന വളരെ ശാന്തമായിരിക്കണം, സന്തുലനം ഉണ്ടായിരിക്കണം. ഈ കാലയളവിൽ ആരോടും അനാവശ്യമായിട്ടുള്ള തർക്കത്തിനോ ദേഷ്യത്തിനോ ഒന്നും പോയി നിങ്ങളുടെ മാനസിക നില തകരാറിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. ഇനി ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ പോലും ഹാളിൽ നിങ്ങളെപ്പോലെ പല ആൾക്കാരും ഉണ്ടാവും. അവരോടൊന്നും പോയിട്ട് ആവശ്യത്തിലധികം വർത്താനൊന്നും പറയണ്ട. അപ്പോൾ ഒരാളുടെയും വീട്ടുവിശേഷമോ കാര്യങ്ങളൊന്നും ചോദിക്കരുത്. ഒരുപക്ഷെ അത് അവർക്കും വിഷമമുണ്ടാവും, നിങ്ങൾക്കും വിഷമമുണ്ടാവും. ആ വിഷമം ഇൻ്റർവ്യൂവിൽ റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ഇൻ്റർവ്യൂവിന് മുമ്പ് നല്ലൊരു മെൻ്റൽ സ്റ്റെബിലിറ്റി, മനസ്സിലായില്ലേ, ഉണ്ടായിരിക്കണം എന്നാണ് ആദ്യം പറയുന്നത്. പിന്നെ നിങ്ങളുടെ വസ്ത്രധാരണം, നിങ്ങളുടെ അറ്റയർ അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പിയറൻസ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റാണ്. വസ്ത്രധാരണം എന്ന് പറഞ്ഞാൽ അത് ആത്മവിശ്വാസം കൂട്ടാനും ഉപകരിക്കും, കുറക്കാനും ഉപകരിക്കും.
നമുക്ക് കുറേയല്ല വേണ്ടത്, നമുക്ക് കൂടുക വേണ്ടത്. അപ്പോൾ ഞാൻ പറയുന്നു നിങ്ങളോട്, നിങ്ങൾ ഇതേവരെ ഇട്ട് ശീലിച്ച വസ്ത്രം മാത്രം ഇട്ടാൽ മതി. ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് മാത്രം ഒരു പ്രത്യേക വസ്ത്രം അന്നേക്ക് മാത്രമായിട്ട് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഇനി നല്ലൊരു വസ്ത്രം വാങ്ങുകയാണെങ്കിൽ തന്നെ അത് കുറച്ച് മുമ്പേ വാങ്ങി 1-2 പ്രാവശ്യം ഇട്ട് നമ്മുടെ ശരീരത്തോട് അത് ചേർന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം നേരത്തെ ഉണ്ടാക്കിയെടുക്കുക. ഒരു പുതിയ ഡ്രസ്സ് വാങ്ങി അന്ന് ആണ് നിങ്ങൾ ആദ്യമായിട്ട് ഇടുന്നതെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് ശരിയാവണോ അല്ലയോ എന്നുള്ളൊരു തോന്നലുണ്ടാവും. ഇതൊക്കെ ഇൻ്റർവ്യൂവിൽ ബാധിക്കും. ഓക്കെ. പിന്നെ ഇൻ്റർവ്യൂ ഹാളിൽ കടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരുടെ അനുവാദം വാങ്ങി വേണം അങ്ങോട്ട് പോകാൻ. അതല്ലെങ്കിൽ ഈ ഡോറ് തുറന്നു തരുന്ന ഒരാളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കയറി ചെല്ലുമ്പോൾ സാധാരണ പോലെ ഗുഡ് മോർണിംഗ് സർ അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ സർ അങ്ങനെ എന്തെങ്കിലും പറയാം. സ്വാഭാവികമായിട്ട് അവർ നിങ്ങളോട് ഇരിക്കാൻ പറയുന്നത് വരെ ഒരു 10-15 സെക്കൻഡ് അവിടെ നിന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോഴേക്കും അവർ ഇരിക്കാൻ പറയും. ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഇരിക്കുക. മനസ്സിലായില്ലേ? വസ്ത്രധാരണം ഞാൻ വീണ്ടും പറഞ്ഞു, വളരെ തിളക്കമുള്ള വസ്ത്രങ്ങളോ കടും വർണ്ണങ്ങളുള്ള ഇതൊന്നും പാടില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ ചുവപ്പ് അതൊക്കെ വളരെ തരംഗദൈർഘ്യം കൂടിയ കളറാണ്. അത്തരം കളറുള്ള ഡ്രസ്സുകൾ, ശരീരത്തോട് വളരെ ഒട്ടി നിൽക്കുന്ന ഡ്രസ്സ് അല്ലെങ്കിൽ ശരീരത്തിന് വളരെ അയഞ്ഞു നിൽക്കുന്ന ഡ്രസ്സ്, ഇതൊന്നും നമുക്ക് ആത്മവിശ്വാസം തരുന്നതല്ല. പിന്നെ ബോർഡിൻ്റെ മുമ്പാകെ നിങ്ങൾ ഇരിക്കുമ്പോൾ, ഉദാഹരണത്തിന് ഈ കസേരയ്ക്ക് ഇത്ര ചായവുണ്ടെങ്കിൽ ഇത്ര ചായവ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. മറിച്ച് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നതോ അല്ലെങ്കിൽ ബോർഡിൻ്റെ മുന്നിലേക്ക് കുലിഞ്ഞിരിക്കുന്നതോ ഒന്നും ഒരു നല്ല ശരീരഭാഷയുടെ ലക്ഷണം അല്ല. പിന്നെ കൈകളൊന്നും ഇങ്ങനെ ചേർത്ത് വെക്കരുത്. ഇങ്ങനെ ചേർത്ത് വെച്ചാൽ അതിൻ്റെ അർത്ഥം മാനസികമായിട്ട് കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള ഒരുപാട് ഇമോഷൻസ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കൊളൈഡ് ചെയ്യാനെന്ന് അർത്ഥം. എന്നുവെച്ചാൽ നിങ്ങൾ ശാന്തരല്ല എന്നർത്ഥം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളാകെ കൊളാപ്സ്ഡ് ആയെന്നാണ്. അപ്പോൾ ഈ കസേര അനുവദിക്കുന്ന ചായ്വ് അതിൻ്റെ അതിന് കണക്കായിട്ട് ഇരുന്നിട്ട് പറയാം. ഇനി ഞാൻ പറഞ്ഞു, ബയോഡാറ്റ വെച്ചുള്ള ചോദ്യങ്ങളായിരിക്കും ആദ്യം ഉണ്ടാവുക. ബോർഡിൽ സ്വാഭാവികമായിട്ടും ഒരു PSC മെമ്പർ കാണും, ഒരു വിദ്യാഭ്യാസ വിദഗ്ധൻ കാണും, ഒരു വിഷയ വിദഗ്ധൻ. ഇപ്പോൾ നിങ്ങൾ BSc കെമിസ്ട്രിയാണ്, UP അധ്യാപകനാണ് എങ്കിൽ നിങ്ങൾ ഇൻ്റർവ്യൂവിൽ ഒരു കെമിസ്ട്രി അധ്യാപകൻ കൂടി ഉണ്ടാവും. മനസ്സിലായില്ലേ? പിന്നെ ഒരു വിദ്യാഭ്യാസ മനഃശാസ്ത്ര വിദഗ്ധൻ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. കാരണം മനഃശാസ്ത്രവും കാര്യങ്ങളൊക്കെ നമ്മുടെ പരീക്ഷയ്ക്ക് ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു, അതിൽ നിങ്ങൾ വിജയിച്ചു വന്നവരാണ്. അതുകൊണ്ട് പ്രത്യക്ഷത്തിലുള്ള മനഃശാസ്ത്ര ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ എങ്കിലും നമ്മുടെ മനഃശാസ്ത്രം നമ്മുടെ ക്ലാസ് മുറികളിൽ എങ്ങനെയാണ് പ്രയോഗിക്കപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള പ്രായോഗിക ചോദ്യങ്ങൾ ധാരാളം ഉണ്ടാവും. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. നിങ്ങളോട് ചോദിക്കുന്നു, ഇന്ന് കേരളത്തിലെ LP UP സ്കൂളിൽ നാം സ്വീകരിച്ചു വരുന്ന വിദ്യാഭ്യാസ മനഃശാസ്ത്ര തത്വം അടിസ്ഥാനപരമായി എന്താണ്? ഇത് നമ്മുടെ പൊതുവിദ്യാഭ്യാസവും ഈ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ തത്വങ്ങളുണ്ടല്ലോ, ഇത് രണ്ടും കൂടി ചേർന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. അതായത് വൈഗോട്സ്കി മുന്നോട്ട് വെച്ച സോഷ്യൽ കൺസ്ട്രക്റ്റിവിസവും സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദവും പിന്നെ ഗാർഡ്നർ മുന്നോട്ട് വെച്ച ബഹുമുഖ ബുദ്ധിയും, ഇത് രണ്ടും കൂടി ചേർന്നതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് മുറികളിൽ നാം പ്രയോഗിച്ചു വരുന്ന വിദ്യാഭ്യാസ രീതിയുടെ അടിസ്ഥാന ദർശനം. മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ ചോദിക്കാം. പക്ഷെ നേരിട്ടുള്ള മനഃശാസ്ത്ര ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യത കുറവാണ്. അത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. ഇനി നിങ്ങൾക്ക് മനഃശാസ്ത്രം കൂടി പഠിക്കണം നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങളതും കൂടെ പഠിച്ചു പോയിക്കോളൂ, വെല്ലൻ ഗുഡ്. മറ്റൊരു കാര്യം, അതായത് ഈ ബയോഡാറ്റയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ മിക്കവാറും കഴിഞ്ഞ കൊല്ലങ്ങളിൽ കണ്ടുവന്നത് ഈ PSC മെമ്പറാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നിങ്ങളുടെ ബയോഡാറ്റ നോക്കിയിട്ട് PSC മെമ്പർ, ശരി, നിങ്ങൾ പാലക്കാട് നിന്ന് വരുന്നു അല്ലേ? ഓക്കെ. പാലക്കാട് ഈ അടുത്തൊരു ഒരു രഥോത്സവം നടന്നല്ലോ. എന്താണ് അതിൻ്റെ പേര്? അപ്പോൾ നിങ്ങൾക്കറിയണം, കൽപ്പാത്തി രഥോത്സവമാണ്. അത് ഏത് നദിക്കരയിലാണ്?
അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ജില്ലയുമായി ബന്ധപ്പെട്ട സാമൂഹ്യവും സാംസ്കാരികവും രാഷ്ട്രീയവും ചരിത്രപരവും കലാസാഹിത്യപരവുമായ അടിസ്ഥാന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ അത് നന്നായി പഠിച്ചു പോകണം. ഇപ്പം നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ താലൂക്ക്, നിങ്ങളുടെ വില്ലേജ്, നിങ്ങളുടെ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ഓർ പഞ്ചായത്ത്, ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ ശ്രദ്ധ വേണം. ഇനി ഈ ക്ലാസ് എടുക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ബോർഡിലുള്ള ആളുകളെ തന്നെ പഠിതാക്കളായി കണ്ട്, സ്റ്റുഡൻ്റായി കണ്ട് നിങ്ങൾ അവരെ വെച്ച് ക്ലാസ് എടുക്കാം. മനസ്സിലായില്ലേ? അതായത് ഇവർ ബോർഡിൽ വലിയ ആൾക്കാരാണല്ലോ, എങ്ങനെയാണ് ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കുക, അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങളോട് ഒരു നിർമ്മിത അന്തരീക്ഷത്തിൽ, ഒരു കൽപ്പിത അന്തരീക്ഷത്തിൽ ക്ലാസ് എടുക്കാനാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം? ആ നിർമ്മിത അന്തരീക്ഷത്തിനെ വളരെ റിയാലിറ്റിയോട് കൂടി അവതരിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യുന്നത്. നിങ്ങൾ എങ്ങനെയാണോ ക്ലാസ് എടുക്കുന്നത് അതേപോലെ എടുത്താൽ മതി. പക്ഷേ ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ശാസ്ത്രീയമായ കുറേ തത്വങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ പഠിതാവിനെ സന്നദ്ധനാക്കണം. വേണ്ടേ? പഠിതാവ് നേരത്തെയുള്ള ക്ലാസ്സിൽ പഠിച്ച അറിവ്, അതിനെയാണ് നമ്മൾ മുന്നറിവ് എന്ന് പറയുന്നത്. ആ അറിവും നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്ന വിഷയവും തമ്മിൽ അതിനൊന്ന് ബന്ധിപ്പിച്ച് ചേർക്കണം. എന്നിട്ട് കൃത്യമായ ഒരു മോട്ടിവേഷൻ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ക്ലാസ്സിലേക്ക് കിടക്കാവൂ. ക്ലാസ്സിലെ വസ്തുതകൾ മുഴുവൻ ആദ്യം പറഞ്ഞു കൊടുക്കുകയല്ല വേണ്ടത്. ക്ലാസ്സിനെ കുറിച്ചുള്ള ആരംഭം, അതിൻ്റെ അവതരണം, അതിൻ്റെ വിശദാവതരണം, അതിൻ്റെ ചർച്ച, അതിൻ്റെ ഉപസംഹാരം, അതിൻ്റെ ഫീഡ്ബാക്ക്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലാസ് എടുക്കാൻ തന്ന 5 മിനിറ്റിനുള്ളിൽ എങ്ങനെയെങ്കിലും ഉൾക്കൊള്ളിച്ച് വെക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയം നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത് 1-2 പ്രാവശ്യം ഹോംവർക്ക് ചെയ്ത് നിങ്ങളത് ശരിയാക്കി എടുക്കുക. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം, ഈ ആനുകാലിക സംഭവങ്ങൾ വളരെ ചോദിച്ച് കണ്ടിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലങ്ങളിൽ. അതുകൊണ്ട് ഒരു 3-4 മാസത്തെ എങ്കിലും മുമ്പുള്ള ഒരു നല്ല മലയാള ദിനപത്രം വായിച്ച് അത് അടുക്കി വെക്കുക. എന്നിട്ട് ഓരോ ദിവസവും അതിൽ നോട്ട് കുറിച്ച് വെച്ച് തയ്യാറാക്കുക. നോട്ട് കുറിച്ച് വെക്കുമ്പോൾ അത് പ്രത്യേകിച്ചും കല, സാഹിത്യം, രാഷ്ട്രീയം, സ്പോർട്സ്, അവാർഡ്, വ്യക്തികൾ, ഓക്കെ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ആയിരിക്കണം ശ്രദ്ധിക്കേണ്ടത്. കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചിരുന്നു, അതായത് ഇന്ന് ഏത് പത്രമാണ് വായിച്ചത്, അങ്ങനെയെങ്കിൽ ആ പത്രത്തിൻ്റെ ഹെഡിങ് എന്തായിരുന്നു ഇന്ന്. ഇങ്ങനെയുള്ള ഒരു സിമ്പിൾ ചോദ്യത്തിന് പോലും നിങ്ങൾക്കൊരു പക്ഷേ ആൻസർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ പരിസരത്ത് നടക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട്, ഒബ്സേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് ആദ്യം തന്നെ ഒരു തെറ്റായ ധാരണ ഉണ്ടാവും. ഇതൊക്കെ നമ്മളെ മോശം കാര്യങ്ങളിലേക്ക് നയിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇനി ഇത് കൂടാതെ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇന്നത്തെ ക്ലാസ് മുറികളിൽ നമ്മൾ പ്രയോഗിച്ച് വരുന്ന ഒരുപാട് വിഷയമേഖലകളുണ്ട്. അതായത് ഒരു ഉദ്യോഗാർത്ഥി ഒരിക്കലും മറന്നുകൂടാൻ പാടില്ലാത്ത കാര്യങ്ങൾ. നമുക്കറിയാം വിദ്യാഭ്യാസ മേഖല വളരെ ഫാസ്റ്റായിട്ട് പുരോഗമിച്ച് വരികയാണ് അല്ലേ. പ്രത്യേകിച്ചും ഈ പുതിയ വിദ്യാഭ്യാസ നയം വന്നതിന് ശേഷം ഒരുപാട് പദ്ധതികൾ, സ്കീമുകൾ ഒക്കെ ഉണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളുണ്ട്, കേരള ഗവൺമെൻറ്റിൻ്റെയും ഉണ്ട്. ഉദാഹരണത്തിന് എന്താണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് എല്ലാവർക്കും ജനറിക്കായിട്ട് പറയും പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സർക്കാർ പദ്ധതിയുടെ പേരാണ്. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു നേട്ടവും ഉണ്ടാവില്ല. കാരണം ഇതൊക്കെ സാധാരണ ഏത് ഉദ്യോഗാർത്ഥിക്കും പറയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളൊരു ജനറലായിട്ടുള്ളൊരു ഉത്തരം, ഓർ അതർ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ജനറിക് ആൻസർ. ഈ ജനറിക് ആൻസർ നിങ്ങൾക്ക് ഒരിക്കലും മാർക്ക് നേടിത്തരില്ല. നിങ്ങൾ സവിശേഷമായ നിങ്ങളുടേതായ കൂടി ഒരു ഉത്തരം അതിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അതിനെ ഒരുപക്ഷെ നവകേരള മിഷനുമായിട്ട് കൂട്ടിച്ചേർത്താൽ വളരെ നല്ലത്. ഈ നവകേരള മിഷൻ്റെ ഭാഗങ്ങളാണ് ഒന്ന് ഹരിത കേരളം, മറ്റൊന്ന് ലൈഫ് പദ്ധതി, മറ്റൊന്ന് കുടുംബശ്രീ, മറ്റൊന്ന്
പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം മനസ്സിലായില്ലേ? നമ്മുടെ സർക്കാർ സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ആക്കുന്ന ഒരു പദ്ധതിയുടെ പേരാണ് പ്രിസം പദ്ധതി. അതുപോലെ സർക്കാർ സ്കൂളുകളെ ഹൈടെക് സ്കൂളുകളാക്കി മാറ്റുന്ന പദ്ധതികൾ ധാരാളം നടക്കുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ഖേദകരമെന്ന് പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ അതും മനസ്സിലാക്കണം, കഴിഞ്ഞ 2 കൊല്ലമായിട്ട് സർക്കാർ സ്കൂളിലെ കുട്ടികളുടെ എണ്ണം ഏകദേശം ഇപ്പോൾ 1 ലക്ഷം കുറവാണ്. എന്നാൽ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക് സർക്കാർ സ്കൂളിലേക്ക് കുട്ടികൾ തള്ളിച്ചോടുകൂടി അഡ്മിഷൻ വാങ്ങുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ സംഭവിച്ച കാര്യമാണ് കഴിഞ്ഞ 2 കൊല്ലമായിട്ട് കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ ചില ചോദ്യങ്ങൾ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ചോദ്യങ്ങളുണ്ടാവും. അത്തരം ചോദ്യങ്ങളും മനസ്സിൽ കാണണം. ഇനി വിമർശനാത്മകമായ ഉത്തരങ്ങൾ പാടില്ല എന്നൊന്നുമില്ല. ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ക്രിട്ടിക്കൽ പെഡഗോഗി മുന്നോട്ട് വെച്ച് നീങ്ങുന്ന ആളായിരിക്കണം. അതായത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തരുന്നത് അതേപടി മനസ്സിലാക്കുകയല്ല ഒരു അധ്യാപകൻ്റെയും ഒരു വിദ്യാർത്ഥിയുടെയും ജോലി. മറിച്ച് അതിനെ രാഷ്ട്രീയവും സാമൂഹ്യവും ആയ കണ്ണിൽ കൂടി വിമർശനാത്മകമായി കണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഉത്തരം നിർമ്മിച്ചെടുക്കാം. അങ്ങനെയുള്ള ഉത്തരങ്ങൾക്കായിരിക്കും മാർക്ക് കൂടുതൽ ലഭിക്കുക. ഇത് മുൻകാലങ്ങളിൽ ഞാൻ പല ഉദ്യോഗാർത്ഥികളോടും ഇൻ്റർവ്യൂ കഴിഞ്ഞു വന്നവരോട് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ അനുഭവമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് ഈ ചെറിയ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഉൾക്കൊള്ളിക്കുന്നത്. ഇനി നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. ഏതെല്ലാം മേഖലകളെക്കുറിച്ചാണ് നമുക്ക് ഈ ഇൻ്റർവ്യൂവിൽ ശ്രദ്ധിക്കാൻ വേണ്ടി പോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച്, അതുകൊണ്ട് പിന്നെ കുറച്ച് മാതൃകാ ചോദ്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ വെക്കും. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു പൊതുവിദ്യാഭ്യാസം, ഇന്ത്യയിലെയും കേരളത്തിലെയും പൊതുവിദ്യാഭ്യാസം, പിന്നെ അതിന് മുമ്പുള്ള ചരിത്രമാവാം കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 2022 ദേശീയ സാക്ഷരതാ മിഷനെ കുറിച്ച് ചോദിച്ചിരുന്നു, നാഷണൽ ലിറ്ററസി മിഷനെ കുറിച്ച് ചോദിച്ചിരുന്നു, പിന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ കുറിച്ചിരുന്നു. എന്തിന് ഈവൻ ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, പാലക്കാട് ജില്ലയിലെ ഒരു കുട്ടിയോട് ചോദിച്ചത്, ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു ബയോഗ്യാസ് ഉൽപ്പന്ന പ്ലാന്റ് ഉണ്ടല്ലോ നിങ്ങളുടെ ജില്ലയിൽ, എവിടെയാണെന്ന് അറിയുമെന്ന്. കുട്ടിക്ക് അറിയാൻ പാടില്ലായിരുന്നു. അപ്പോൾ എല്ലാം നന്നായി പഠിക്കുക. പുരോഗമന കലാസംഘത്തെക്കുറിച്ച് പോലും ചോദിച്ചിരുന്നു. എക്സാക്ട്ലി അത് തീർത്തും ഒരു രാഷ്ട്രീയ സംഘടനയാണ്, എന്നിട്ട് പോലും അതിനെക്കുറിച്ച് പോലും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അതെപ്പോഴാണ് സ്ഥാപിച്ചത്? 1962. അതിൻ്റെ ആദ്യ പ്രസിഡൻറ്റ് ഡോക്ടർ KG അടിയോടി, കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ ജന്തുശാസ്ത്ര സുവോളജി വിഭാഗത്തിൻ്റെ പ്രൊഫസറായിരുന്നു. പിന്നെ UGC മെമ്പറൊക്കെ ആയി, UGC അല്ല UPSC മെമ്പർ ഒക്കെയായി മാറിയ ആളാണ്. അപ്പോൾ അതിൻ്റെ ആദ്യ പ്രസിഡൻ്റ് ആരായിരുന്നു ചോദിച്ചിരുന്നു, ആദ്യ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചിരുന്നു. പ്രസിഡൻറ്റ് നമ്മുടെ ഡോക്ടർ K. ഭാസ്കരൻ നായർ. പിന്നെ അവരുടെ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ചോദിച്ചിരുന്നു, ചൂടാറപ്പെട്ടി, അതേപോലെ പുകയില്ലാത്ത അടുപ്പുകൾ, ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചിരുന്നു. അവരുടെ പ്രസിദ്ധീകരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിരുന്നു. ശാസ്ത്രപഥം, ശാസ്ത്ര കേരളം, യുറീക്ക, ലൂക്ക തുടങ്ങിയ കുറേ പ്രസിദ്ധീകരണങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് നേരിട്ട് വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളല്ലെങ്കിലും ഒരു അധ്യാപകൻ ഒരു സൂക്ഷ്മ സാമൂഹ്യ ജീവി ആയിരിക്കെ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മുടെ ബോർഡ് ചോദിച്ചിരുന്നു. ഇതൊക്കെ പക്ഷേ ഇൻ്റർവ്യൂവിൻ്റെ ആദ്യഘട്ടങ്ങളിൽ മാത്രം ചോദിച്ചതാണ്. അവസാനമാകുമ്പോഴേക്കും ഇതൊരു ചടങ്ങ് എന്നുള്ള രൂപത്തിൽ അവസാനിപ്പിക്കാൻ PSC തന്നെ നിർബന്ധിതമായോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എഴുതിയ കുറച്ച് കുട്ടികൾക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എഴുത്ത് പരീക്ഷയിൽ ഒരേ മാർക്ക് കിട്ടിയ ആൾക്ക് ഇൻ്റർവ്യൂവിൽ 1 മാർക്ക് അധികം കിട്ടിയത് കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം 100 റാങ്ക് വരെ മുന്നോട്ട് കയറാൻ സാധിച്ചിട്ടുണ്ട്. എഴുത്ത് പരീക്ഷ 100, നിങ്ങൾക്ക് 70 മാർക്ക് കിട്ടിയെന്ന് വെച്ചോ. പിന്നെ ഇൻ്റർവ്യൂവിൽ കിട്ടുന്ന മാർക്ക് അത് 12, 13, 14, 15. ചില കുട്ടികൾ പറയുന്നുണ്ട് മാക്സിമം 14 കിട്ടൂ എന്ന്. അങ്ങനെ ഒന്നുമില്ല. ഒരുപക്ഷെ നിങ്ങളുടെ ഉത്തരം അത്ര സത്യസന്ധവും അത്ര നല്ലതും അത്ര സൃഷ്ടിപരവും
നിങ്ങളെപ്പോലുള്ളൊരു അധ്യാപകനെ ഒഴിവാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിന് തന്നെ ഒരു കോട്ടമായിരിക്കും എന്ന് ബോർഡിലെ ആൾക്ക് തോന്നിക്കഴിഞ്ഞാൽ can give you any number of marks. അപ്പോൾ ഇത്ര മാർക്കേ കിട്ടൂ എന്നുള്ളതൊക്കെ നമ്മുടെ കുട്ടികൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അല്ലെങ്കിൽ അത്തരം തെറ്റിദ്ധാരണ വളർത്താൻ വേണ്ടിയിട്ട് കുറേ ചാനലുകൾ ശ്രമിച്ചിട്ടുമുണ്ട്, പ്രൈവറ്റ് ചാനൽസ്. അപ്പോൾ അതിലൊന്നും നിങ്ങൾ വീണ് പോകരുത്. നിങ്ങൾ വളരെ നല്ല ഉത്തരവാണ് നൽകുന്നതെങ്കിലോ നിങ്ങൾ ഒഴിവാക്കാൻ അവർക്ക് പറ്റില്ലല്ലോ. അപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കിടക്കാം. ഏതൊക്കെ വിഷയമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ കുറച്ച് മാതൃകാ ചോദ്യങ്ങളും നമുക്ക് നോക്കാം.